വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഇതിനോടകം തന്നെ പോലീസ് രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. ഇതിനു മുൻപ് തന്നെ നടനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ 2 പരാതികൾ ഉയർന്നു വന്നതായിരുന്നു. ഒന്ന് ഒരു ബംഗാളി നടിയുടെ ഒരു പരാതിയും മറ്റൊന്നുള്ളത് ഒരു പ്രകൃതി വിരുദ്ധ പീഡന പരാതിയും വന്നതാണ്. ഈ 2 പരാതികളും പിന്നീട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അവർ പരാതിയുമായി, ബംഗാളി നടി പരാതിയുമായി പോലീസിനെ സമീപിക്കാതെ തനിക്കതിന് താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുകയായിരുന്നു. അങ്ങനെ ആ 2 കേസുകളിൽ നിന്നും പിന്നീട് മാറിപ്പോയ രഞ്ജിത്ത് ഇപ്പോൾ മറ്റൊരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. തൊടുപുഴയിലേക്ക് പോകുന്ന വഴി, മറ്റൊരു യാത്രയ്ക്ക് വഴി ഇടുക്കിയിലെ SP-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കാർ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമുള്ളത്. രഹസ്യമൊഴി പറഞ്ഞതുപോലെ തന്നെ രഹസ്യമൊഴി 2 ദിവസം മുൻപ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ പരാതിയിൽ ഇപ്പോൾ കഴമ്പുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. അതേ തുടർന്നാണ് അത് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഇതിനോടകം തന്നെ തേടുന്നുണ്ട് രഞ്ജിത്ത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കാർ തടഞ്ഞു നിർത്തി സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഒരു സെറ്റിലുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പുറത്താണ് നേരിട്ട് കമ്മീഷണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം യുവനടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലാണിപ്പോൾ വളരെ പ്രധാനമായ, വളരെ ഗൗരവമുള്ള ഒരു അറസ്റ്റ്, ഒരുപക്ഷെ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഒക്കെ ഒത്തുതീർപ്പായെങ്കിൽ ഇപ്പോൾ 3ാമത്തെ ഒരു പരാതി ഉയരുകയും അതിൽ സംവിധായകൻ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. വിപിൻ സി വിജയനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ രഞ്ജിത്ത് ഉള്ളത്. യുവനടിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം പോലീസ് യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സിനിമാ ചിത്രീകരണത്തിനായിട്ടാണ് സംവിധായകൻ രഞ്ജിത്ത് തൊടുപുഴയിൽ എത്തിയത്. ഇതിനിടയിലാണ് പോലീസിന്റെ നടപടി. ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള രഞ്ജിത്തിനെ ഉടൻ തന്നെ എറണാകുളം പോലീസ് ഏറ്റെടുക്കും. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾ അങ്ങനെ പൂർത്തീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് വളരെ വേഗത്തിൽ പോലീസ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഈ രഹസ്യമൊഴിയൊക്കെ രേഖപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നേരത്തെയും സമാനമായ രീതിയിൽ പരാതികളിലും വിവാദങ്ങളിലുമൊക്കെ രഞ്ജിത്ത് ഉൾപ്പെട്ടിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമൊക്കെ ഒഴിയേണ്ടി വന്നത് അത്തരം പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും സിനിമാ ലോകത്തേക്ക് ഇറങ്ങിയിരുന്നു. വീണ്ടും സിനിമയ്ക്കായുള്ള ഒരുക്കമാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ പരാതിയും ഈ പുതിയ അറസ്റ്റും നടന്നിരിക്കുന്നത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഇന്ന് തന്നെ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും. ഇതിനോടകം പോലീസ് എത്തിയിട്ടുണ്ടോ? എറണാകുളം പോലീസ് എത്തിയിട്ടുണ്ടോ തൊടുപുഴയിൽ? ഉന്മേഷ്, ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. സെൻട്രൽ പോലീസ് ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയും പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ മറ്റ് ജാമ്യം ലഭിക്കുന്നതിനൊക്കെ ഉള്ള നടപടികൾ അല്ലെങ്കിൽ അതിലേക്കൊക്കെ രഞ്ജിത്ത് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ച് യുവനടിയുടെ പരാതിയാണ്, ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള ഒരു പരാതിയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ജാമ്യം ലഭിക്കുമെന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയും മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. നേരിട്ട് കമ്മീഷണർക്ക് പരാതി ലഭിച്ചു. ആ പരാതി വളരെ രഹസ്യ സ്വഭാവത്തോടെ തന്നെ പോലീസ് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ അത് പോലീസിന് കൈമാറുകയും അല്ലെങ്കിൽ ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി തന്നെ രഞ്ജിത്ത് എവിടെയെന്ന് ട്രാക്ക് ചെയ്യുകയും പോകുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ആ ഒരു ചിത്രീകരണത്തിന്റെ ഇടയ്ക്ക് തന്നെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സംവിധായകനാണ്, പ്രശസ്തനായിട്ടുള്ള സംവിധായകനാണ്, നടനാണ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയോ ആയിരുന്നു ഒരു പതിവെങ്കിൽ അതിന് അപ്പുറത്തേക്കായി രഞ്ജിത്തിന് വേണ്ടി അല്ലെങ്കിൽ രഞ്ജിത്തിനെ തടഞ്ഞു നിർത്തി ഒരു വല വിരിച്ചു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിക്ക് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം ഗൗരവമുള്ള ഒരു കഴമ്പുള്ള ഒരു കേസായി പോലീസിന്
ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായി എന്നുള്ളത് വേണം നമുക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി. ആദ്യം ഈ ബംഗാളി നടിയുടെ പരാതിയെ തുടർന്ന് പിന്നീട് രഞ്ജിത്ത് എവിടെയെന്നറിയാതെ ഒളിവിൽ പോയി എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് തെരയുന്നതിനിടയിലാണ് പിന്നീട് ഈ കേസുമായി മുന്നോട്ട് പോകാനില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്നുള്ളത് ഈ നടി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ചു കാലമായി മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പോയിരുന്ന രഞ്ജിത്തിന് ഇപ്പോഴത്തെ മൂന്നാമത്തെ ഒരു കേസ് വരികയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്നതിലേക്കും ഉൾപ്പെടെ ഇത്തരം പരാതികൾ തുടരെ വന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇപ്പോൾ അത് അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഇന്ന് തന്നെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് അവിടെ എത്തുകയും അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ച് പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരിക്കും ഹാജരാക്കുക എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഈ കേസിന്റെ സ്വഭാവങ്ങൾ, ഒപ്പം തന്നെ അതിൽ ഏത് വകുപ്പുകൾ ചേർത്ത് കേസ് എടുത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. വളരെ രഹസ്യ സ്വഭാവത്തോടെ തന്നെ പോലീസ് ഇത് 2 ദിവസമായി കൈകാര്യം ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരു പക്ഷേ ഇവിടെ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്തായിരിക്കാം ഇത്ര രഹസ്യ സ്വഭാവത്തോടു കൂടി പോലീസ് അത് കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. എറണാകുളം കമ്മീഷണറിൽ നിന്ന് അത് ഇടുക്കി SP-യിലേക്ക് പോകുന്നു. തൊടുപുഴയിലേക്ക് പോകുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സെറ്റിൽ വെച്ച് ഒരു അതിക്രമം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരണം. എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ സംവിധായകരും നടനുമായ രഞ്ജിത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത. വിപിൻ സി വിജയനും ഒപ്പം രാഹുൽ വിജയനും വിഷ്ണു സുരേഷുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.